ജീവൻ നിലനിർത്താൻ വെള്ളം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വെള്ളം ആവശ്യം തന്നെ. എന്നാൽ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളെക്കുറിച്ച് അറിയാമോ? വെള്ളം കുടിക്കുന്നത് ഇരുന്നു കൊണ്ടാണോ നിന്നുകൊണ്ടാണോ എന്ന് ആരും തന്നെ ചിന്തിക്കാറില്ല. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് നേരെ ഒഴുകി ദഹനനാളിയിലൂടെ ആമാശയത്തിലെത്തുന്നു. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കാൽമുട്ടുകളെ നേരിട്ട് ബാധിക്കും എന്നതിനാൽ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ലെങ്കിലും വെള്ളം വേഗത്തിൽ വയറ്റിലേക്ക് ആഗിരണം ചെയ്യാൻ ഇവ കാരണമാകുന്നു. ഇത് വയറ്റിൽ അസ്വസ്ഥതയോ ദഹനക്കേടോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം അന്നനാളിയിലേക്കും പിന്നീട് വയറ്റിലേക്കും വേഗത്തിൽ ഒഴുകി ദഹന പ്രക്രിയ തടസ്സപ്പെടും. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഞരമ്പുകൾ പിരിമുറുക്കത്തിലാവുകയും ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കാലക്രമേണ സന്ധികളിൽ ദ്രാവകം അടിഞ്ഞുകൂടാൻ ഇടയാക്കും. ഇത് സന്ധിവാതത്തിലേക്ക് നയിക്കും. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ആവശ്യമായ പോഷകങ്ങളും വിറ്റമിനുകളും കരളിലേക്കും ദഹനനാളത്തിലേക്കും എത്തില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ദ്രാവകം ഉയർന്ന മർദ്ദത്തിൽ ഒരാളുടെ വയറിന്റെ അടിഭാഗത്തേക്ക് ഒരു തരത്തിലുള്ള ഫിൽട്രേഷനും കൂടാതെ കടന്നുപോകുന്നു. ഇത് ജലമാലിന്യങ്ങൾ മൂത്രസഞ്ചിയിൽ അടിഞ്ഞുകൂടുന്നതിനും വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിനും കാരണമാവുകയും ചെയ്യും. കൂടാതെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അത് ശ്വാസനാളത്തെയും അന്നനാളത്തെയും അപകടത്തിലാക്കും. ഇവിടേക്കുള്ള ഓക്സിജൻ വിതരണത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ വെള്ളം കൂടി ചെയ്യുന്നത്. സ്ഥിരമായി ഈ പ്രവൃത്തി തുടർന്നാൽ വൈകാതെ അത് ഹൃദയത്തിനും സമ്മർദ്ദം നൽകും. അതിനാൽ ഇരുന്നു കൊണ്ട് സാവധാനം മാത്രമാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശരീരത്തിന് സമ്മർദ്ദം നൽകാതെ പതിയെ വേണം വെള്ളം കുടിക്കാൻ. ഇല്ലെങ്കിൽ ലഭിക്കുക വിപരീത ഫലമാകും.